കേരളത്തിൽ അങ്ങനെ ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല. അത് നമ്മുടെ കമലാ ഹാരിസിൻ്റെ വളർച്ചയാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് ഇടതുപക്ഷ ചിന്താഗതിക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. കോൺഗ്രസ്സിൽ സോഷ്യലിസവും ഉണ്ട്. പക്ഷെ നമ്മളിത് സംഘപരിവാറിലേക്ക് വരുമ്പോൾ അതാണ് തീവ്ര വലതുപക്ഷം. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചെന്നറിയാം, കേരളത്തിൽ അങ്ങനെ ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല. അത് നമ്മുടെ കമലാ ഹാരിസിൻ്റെ വളർച്ചയാണ് കേട്ടോ. അവരുടെ നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീ അവിടെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കണം, ഒരു ജയിക്കുന്നതെന്ന് പറയുന്നത് ചരിത്ര സംഭവമായിരിക്കും. അത് സ്ത്രീയാണ്. പിന്നെ പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് അവരുടെ ഈ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവരൊരു പ്രസംഗം ചെയ്തിരുന്നു. ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അവർ പറയാണ് ഈ തൊഴിലാളികൾ മറ്റു ജീവനക്കാർ സംഘടിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണമെന്ന് ഇവർ പറയുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയാണ് കേട്ടോ. അപ്പം പിന്നെ അമേരിക്കയിലെ ഭാവി പ്രസിഡൻ്റാകാൻ പോകുന്ന ഒരാളാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അവർ പറഞ്ഞത്, ഞാൻ മധ്യവർഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നില്ല, ഞാൻ പിന്നെ മുതലാളിമാർക്കും വേണ്ടിയിട്ടില്ല എന്നല്ല, നവമുതലാളിമാർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കില്ല, മധ്യവർഗത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുള്ളൂ. മധ്യവർഗത്തിലെ തൊഴിലാളികളും മറ്റുള്ള ജീവനക്കാരും സംഘടിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണമെന്നുള്ളത് ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് കേരളത്തിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യില്ല? ഞാനത് കേട്ടതാണ് ഈ പ്രസംഗം കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, വലതുപക്ഷത്തിൻ്റെ ശക്തിപ്പെടൽ. പക്ഷേ ഇങ്ങനെ പ്രത്യാശയുടെ ചില ഘടകങ്ങൾ, എനിക്ക് തോന്നുന്നത് മനുഷ്യജീവിതം അങ്ങനെയാണ്. അത് ഇന്നും ഇരുണ്ട് കിടക്കില്ല. ഇരുട്ടിൽ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ ചില മിന്നാമിനുങ്ങൾ ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മളെ മുമ്പോട്ടേക്ക് നയിക്കുന്നത്. ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് അപ്പോൾ ഇനിയും ഭാവിയുണ്ട് തീർച്ചയായിട്ടും. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കാലത്ത് ഇടതുപക്ഷ ചിന്താഗതിക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്, ഒരുപാട് പ്രസക്തി. കാരണം എൻ്റെ സംബന്ധിച്ചുണ്ടോ, എനിക്ക് ഒരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഇടുങ്ങിയ ഒരു കാഴ്ചപ്പാടല്ല, അതൊരു പാർട്ടിയല്ല. ഇടതുപക്ഷം എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ജീവിത ബോധമാണ്, അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞാൻ സങ്കല്പിക്കുന്ന ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയം മാത്രമല്ല, അതിൽ സ്ത്രീ വിമോചനമുണ്ട്. അല്ല, പാർട്ടിയല്ല, സ്ത്രീ വിമോചനമുണ്ട്. പിന്നെ അടിച്ചമർത്തപ്പെട്ട ആളുകളുണ്ട്, ആദിവാസികളെ പോലുള്ള അവരുണ്ട്. പ്രകൃതിയുണ്ട്, പ്രകൃതി സംരക്ഷണം. അതൊക്കെ അടങ്ങിയ വിശാലമായിട്ടുള്ളൊരു ഇടതുപക്ഷമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. പക്ഷേ ഇടതുപക്ഷം നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ അത് CPM ആണ്. അങ്ങനെയല്ല, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും ഉണ്ട്. എഴുത്തിൻ്റെ പ്രതിസന്ധിയെ കുറിച്ചിട്ട് ഇപ്പം വിമർശിക്കാനുള്ള ധൈര്യക്കുറവ് മലയാളത്തിലെ സാഹിത്യത്തിൽ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ മലയാള സാഹിത്യം പല എഴുത്തുകാരുടെയും ഒരു കാലഘട്ടത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അത് ഇപ്പോഴും ഒരു അടിയാളൻ്റെയും അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് വന്ന് പുതിയ മുതലാളിത്തമൊക്കെ ഉണ്ട്. അതിന് ആ കാലഘട്ടത്തിലേക്ക് വരുന്ന എഴുത്തുകാർ വളരെ കുറവാണ്. അല്ലേ, ഞാനത് എഴുത്തുകാരുടെ പത്തിൽ അത് ഇപ്പം നമ്മുടെ ഭാഷയിൽ വളരെ നന്നായിട്ട് എഴുതുന്നവരുണ്ട്, പുതിയ തലമുറ ഉണ്ടല്ലോ, വളരെ നന്നായിട്ട് എഴുതുന്നവരുണ്ട്. പക്ഷെ അവർ പുതിയ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ള. അപ്പം നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ സംസാരത്തിൽ വിട്ടുപോയ ഒന്നാണ്. അത് നമ്മളിപ്പോഴും സംസാരിക്കുന്നത് ഭൂതകാലത്തെക്കുറിച്ചാണ് അല്ലേ. നമ്മളെപ്പോഴും നവോത്ഥാനം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പറയണം. കാരണം ഇപ്പോഴത്തെ തലമുറ അത് അറിയണം, നമ്മൾ കടന്നു വന്ന വഴികൾ. പക്ഷെ അത് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും ഞാൻ കണ്ടത്, ഇപ്പോൾ ഈ കമലാ ഹാരിസ് പോലും സംസാരിക്കുന്നത് കൂടുതലും ഭാവി കാലത്തെക്കുറിച്ചാണ്. അവർ പറഞ്ഞത് പിന്നെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക്. ഫ്യൂച്ചർ എന്നുള്ളത് നമുക്കതില്ല, അവർ കാഴ്ചപ്പാട്. ഇപ്പം നമ്മൾ ഭാവി കാലം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഭാവി കാലം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഭാവി കാലം എന്ന് നമ്മൾ പറയുന്നത്, ആ ഭാവി കാലത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭാവി കാലം എന്ന് പറയുന്നത് അവരുടെ വർത്തമാന കാലമാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കാലിഫോർണിയയിൽ പിന്നെ അതിലിങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അമേരിക്കയിലെ കാലിഫോർണിയയിൽ. അപ്പോൾ അമേരിക്ക അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാം, അത് പോയി ഒരു ചായയും ദോശയൊക്കെ ഓർഡർ ചെയ്ത്. അപ്പോൾ ഈ കുറച്ച് ചായയും ദോശയും കൊണ്ടുവരുന്നത് ഒരു റോബോട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പലരും. ആ റോബോട്ട് വന്ന് കൃത്യമായിട്ട് ഞാനിരിക്കുന്ന മേശയിൽ വന്ന് ചായയും ദോശയും തന്നു കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. ഡെലിവറി ബോയ്സ് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ആമസോണിൻ്റെ ഒക്കെ പിന്നെ സൊമാറ്റോ ഇവരുടെ എല്ലാം
ഡെലിവറി ബോയ്സ്, അവർ ആയിരക്കണക്കിന് പേർക്ക് ജോലി കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കേരളത്തിൽ പോലും. അപ്പോഴും അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു ഹോളിവുഡിൽ പിന്നെ അവിടെ തിരക്ക് പിടിച്ചൊരു റോഡിൽ കൂടെ നടന്നു ആളുകളിങ്ങനെ പോവും. ഭയങ്കര തിരക്കാണ് കേട്ടോ, പല രാജ്യത്തു നിന്ന് വരുന്ന ആളുകൾ ഹോളിവുഡ് കാണാൻ പറ്റും. അപ്പോൾ ആരെയും എൻ്റെ ഇങ്ങനെ ചുമല്ലൂർ സീറ്റ് അങ്ങ് നടന്നു പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു റോബോട്ടാണ് ഈ ആൾക്കൂട്ടത്തെ കൂടെ ഇങ്ങനെ പോവുകയാണ് നടന്നിട്ട്, ഒരു കൂസലും ഇല്ലാതെ കേട്ടോ. അത് ഒരു ഡെലിവറി ബോയാണ്. ആരോ പിന്നെ ഓർഡർ ചെയ്ത് എന്താണെന്നറിയില്ല ആ സാധനം, അതിൻ്റെ പുറത്ത് ഉണ്ട് അതിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പം എല്ലാ സ്ഥലത്തും ഞാൻ കേൾക്കാറുണ്ട് തൊഴിലാളി പിന്നെ ഇതുണ്ട് സൗന്ദര്യശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. വാസ്തവത്തിൽ തൊഴിലാളികൾ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ എന്നൊരു ഉദാഹരണമാണ് കേട്ടോ. തൊഴിലാളികൾ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു തൊഴിലാളികളുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കേണ്ടത് പുതിയ തൊഴിലാളി വർഗ്ഗമാണ്, അത് റോബോട്ട്സാണ്. അപ്പം ഇനി വരാമെന്ന കാലത്ത് എല്ലാ സ്ഥലത്തും നമ്മൾ കാണാൻ പോകുന്ന റോബോട്ട്സ് ആയിരിക്കും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ മാലിന്യങ്ങൾ, ഓട ക്ലീൻ ചെയ്യുന്ന ആൾ മുതൽ എല്ലാം തന്നെ ഇപ്പം വീടിൻ്റെ നമ്മൾ വീടിൻ്റെ അകമൊക്കെ വൃത്തിയാക്കുന്നുണ്ടല്ലോ, അതിനിപ്പം റോബോട്ടുണ്ട്. ചെറിയ പൈസ ഉള്ളൂ, 20,000 രൂപയുള്ളൂ അതിന്, 15,000 രൂപ ആയിട്ടുള്ളത്. അത് വീടെല്ലാം വൃത്തിയാക്കി തരും. അപ്പോൾ ഇനി തൊഴിലാളികളിങ്ങനെ ഇല്ലാതായി പോവുകയാണ്. അപ്പം ഈ റോബോട്ട്സിനെ തൊഴിലാളികളാക്കുന്നതാണ് ഈ നവമുതലാളിത്തത്തിൻ്റെ താല്പര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റോബോട്ട് തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കണ്ട കേട്ടോ, ഈ തൊഴിലാളിക്ക് ഒന്നും കൊടുക്കണ്ട കേട്ടോ. അതിനെ ഈ തൊഴിലാളി സംഘടിക്കില്ല, റോബോട്ട് തൊഴിലാളി സംഘടിക്കില്ല, ശമ്പളം കൊടുക്കണ്ട. മാത്രമല്ല 24 മണിക്കൂറും പണിയെടുക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഈ നവമുതലാളിത്തത്തിന് തൊഴിലാളികളെ നമ്മളെപ്പോലുള്ള മനുഷ്യ തൊഴിലാളികളെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഈ റോബോട്ട് തൊഴിലാളികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ താല്പര്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു സ്ഥലത്തും നമ്മൾ കേരളത്തിൽ ഒരു ചർച്ച നമ്മൾ കാണുന്നില്ല അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഭാവി കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇടതുപക്ഷമൊക്കെ ചിന്തിക്കേണ്ടത് ഭാവി കാലത്തെക്കുറിച്ചാണ് കേട്ടോ. ഇനി വരാൻ പോകുന്ന കാലം, ഈ നമ്മുടെ പഴയ ലോകമല്ല ഇന്ന് ലോകം. പഴയ കാലത്ത് ശത്രു രാജ്യം അമേരിക്ക, ഇങ്ങേവത്ത് റഷ്യ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ശത്രു ആരാണെന്ന് നമുക്കറിയാം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ലോകം ഇങ്ങനെ ചുരുങ്ങി വരികയാണ്. പിന്നെ ഇപ്പോഴും കൊടുക്കൽ വാങ്ങലുകളാണ്. നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്താൽ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല ഇപ്പം കേട്ടോ, പഴയ കാലമല്ല. അപ്പോൾ ഇത് കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശത്രുരാജ്യത്തിന് പോലും ചിലത് കൊടുക്കേണ്ടി വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങേണ്ടി വരും കേട്ടോ. ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ലോകം ചുരുങ്ങുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഈ പഴയ അമേരിക്കൻ വിരുദ്ധത അതിനി നമുക്ക് സാധിക്കില്ല. അമേരിക്കൻ വിരുദ്ധത നോക്കിയിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ ഇവിടുന്നുള്ള കയറ്റുമതിയിൽ വലിയൊരു വിഭാഗം അമേരിക്കയിലേക്കാണ്. ഇപ്പം നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷക്കണക്കിന് വരുന്ന അമേരിക്കൻ കുടിയേറ്റക്കാരാണ്. IT രംഗത്തൊക്കെ അവിടെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ മലയാളികളുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ കാഴ്ചപ്പാടെല്ലാം പൂർണ്ണമായിട്ട്, പഴയ കാഴ്ചപ്പാടുണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് മാറ്റണം. ഒരു പുതിയൊരു ലോകക്രമമാണ് ഈ എത്രയോ വർഷമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന വിരുദ്ധത, ചില ആളുകളുടെ വിരുദ്ധത, അതൊക്കെ അവസാനിപ്പിക്കുകയും പുതിയ ലോകക്രമം മനസ്സിലാക്കുക. പിന്നെ അതേസമയത്ത് തന്നെ നമ്മളെ അലട്ടുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബാധിക്കുന്ന ഒന്നാണ്, നമ്മളെ ഇന്ത്യക്കോ കേരളത്തിനോ അല്ല. പക്ഷേ നമ്മൾ സ്പെസിഫിക്കായിട്ട് ബാധിക്കുന്ന ഒന്ന് ഈ വലതുപക്ഷത്തിൻ്റെ കടന്നുകയറ്റമാണ്. ഭയങ്കരമായിട്ട് അവർ വളർന്നു വരുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട്. ഞാനത് ഇന്നലെ ഞാൻ പറഞ്ഞു അവിടുന്ന്. ഇപ്പം ഞങ്ങളെ മാഹിയേഴി മറ്റൊന്നും വേണ്ട, മാഹിയിലെ കാര്യം തന്നെ ഉണ്ടല്ലോ. മാഹിയേഴിയിൽ ഈ സംഘപരിവാർ ഉണ്ടായിരുന്നില്ല, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ മതിലിനപ്പുറത്ത്, നമ്മളെ കോമ്പൗണ്ട് മതിലില്ല, അവിടെ ഒരു പ്ലാവുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ നോക്കുമ്പോൾ ഈ പിലാവിൻ്റെ മുകളിൽ ഒരു കാവിക്കൊടിയാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ട്. ഇപ്പോഴേ ഒരുപാട് കാവിക്കൊടികൾ ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വലതുപക്ഷത്തിൻ്റെ, തീവ്ര വലതുപക്ഷത്തിൻ്റെ കടന്നുവരവ്. അതാണ് നമ്മൾ സ്പെസിഫിക്കായിട്ട് നമ്മൾ നേരിടേണ്ടതുണ്ട്. ഈ വർഗീയതയും ഫാസിസം എന്നുള്ള വാക്കൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ മടിയാണ്. കാരണം അത് തേഞ്ഞു പോയി.
ഫാസിസം അവിടെ ഉണ്ട്. അത് നിങ്ങൾ നല്ല നോവലിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫാസിസം നമ്മുടെയൊക്കെ തൊലിപ്പുറത്ത് അവിടെ ഒളിച്ചിരിപ്പുണ്ട്, വൈറസിനെ പോലെ. അവിടെ ഉണ്ടത്, അത് ഇല്ലാതായിട്ടില്ല. പക്ഷെ അതിനൊരു അവസരം കൊടുക്കരുത് നമ്മളെ രോഗബാധിതരാക്കാൻ. അതാണ് നമ്മുടെ ഇപ്പം മലയാളത്തിലെ എഴുത്തുകാരുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അതാണ് നമുക്ക് സാഹോദര്യത്തോടെ ജീവിക്കണം, എല്ലാ മതങ്ങളും എല്ലാ ജാതിക്കാരും സാഹോദര്യങ്ങളും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ട്, നമ്മൾ കാണുന്നില്ലേ ഇപ്പോഴും. പിന്നെ ഇപ്പം ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും വയനാട്ടിലെ മരണങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നിപ്പ വന്നു, കോവിഡ് വന്നു, പ്രളയം വന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക്. അപ്പം നമുക്ക് കരുത്താർജിക്കണം. നമ്മൾ അങ്ങനെ കരുത്താർജിക്കണമെങ്കിൽ എല്ലാ മതവും, എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും എല്ലാവരും തന്നെ ഉണ്ടല്ലോ, ഒന്നിച്ച് നിൽക്കണം. ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും നമ്മൾ വേർപ്പെടാൻ പാടില്ല. പ്രത്യയശാസ്ത്രപരമായിട്ട് നമുക്ക് പറ്റും, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. നമുക്ക് വിവേചിപ്പുള്ള ആളുകളോട് പ്രത്യയശാസ്ത്രപരമായിട്ട് അവരെ നേരിടാം. പക്ഷെ മതത്തിനെയും ജാതിയെയും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനോടാണ് എനിക്ക് പിന്നെ എതിർപ്പ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം രണ്ടാണ്. ഒന്ന്, ആഗോളതലത്തിൽ പഴയ നീ രാജ്യശത്രുവാണെന്ന് പറയുന്നത് അത് ഇല്ലാതാക്കണം. കൊടുക്കൽ വാങ്ങലിൽ കൂടെ, അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറ്റുമതിയിൽ കൂടെയും ഇറക്കുമതിയിൽ കൂടെയും നമ്മുടെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇവിടുന്ന് IT വിദഗ്ധർ അമേരിക്കയിലേക്ക് പറഞ്ഞേക്കുക, അവിടുത്തെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തീവ്ര ഇടതുപക്ഷത്തെ തടയുക എന്നുള്ളതാണ്. അതാണ് എഴുത്തുകാരൻ്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാതെ ഇപ്പം പിണറായിയോ VS ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. ഇപ്പം തീവ്ര വലതുപക്ഷം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലതുപക്ഷം എന്നുള്ളത് ഇപ്പം കോൺഗ്രസ് വലതുപക്ഷമുണ്ട്, കോൺഗ്രസ്സിൽ സോഷ്യലിസം ഉണ്ട്, വലതുപക്ഷമുണ്ട്. കോൺഗ്രസ് ആണല്ലോ ആദ്യമായിട്ട് നമ്മുടെ ലിബറലൈസേഷൻ കൊണ്ടുവന്നത്, അല്ലേ? അപ്പം കോൺഗ്രസ്സിൽ പിന്നെ വലതുപക്ഷമുണ്ട്, പക്ഷേ കുറച്ചുകൂടി സൗമ്യമായിട്ടുള്ള ഒരു വലതുപക്ഷത്താണ് കോൺഗ്രസ് ഉള്ളത്. കോൺഗ്രസ്സിൽ സോഷ്യലിസവും ഉണ്ട്. പക്ഷെ നമ്മളിത് സംഘപരിവാറിലേക്ക് വരുമ്പോൾ അതാണ് തീവ്ര വലതുപക്ഷം. അത് വാസ്തവത്തിൽ ഇപ്പോൾ ലോകത്തിലേക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണത്. ഇന്ത്യയിൽ മാത്രമല്ല, ഫ്രാൻസിലുണ്ട്.